ചെറിയൊരു പ്രശ്നം. ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്നുണ്ട്, വുമൻസ് ഡേ ആഘോഷിക്കുന്നുണ്ട്, ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നുണ്ട്, പിന്നെ മദേഴ്സ് ഡേ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മെൻസ് ഡേ ആഘോഷിക്കുന്നുണ്ട്? ക്വസ്റ്റ്യൻ. മെൻസ് ഡേ ആഘോഷിക്കാത്തതിന് കാരണം പറയുകയാണെങ്കിൽ ചിൽഡ്രൻസ് ഡേ ആരാ ആഘോഷിക്കണേ? ഫാദേഴ്സ് ഡേ ആരാ ആഘോഷിക്കണേ? ചിൽഡ്രൻസ്. അതുപോലെ മദേഴ്സ് ഡേ ആരാ ആഘോഷിക്കും? ഫാദേഴ്സ് ആഘോഷിക്കും, കുട്ടികൾ ആഘോഷിക്കും, എല്ലാവരും ആഘോഷിക്കും അല്ലേ? മദേഴ്സ് ഡേ മദർ തന്നെ ആഘോഷിക്കുമോ? അല്ലേ? അവരുടെ മദേഴ്സ് ഡേക്ക് നമ്മളല്ലേ കേക്ക് വാങ്ങിയിട്ട് അമ്മയെ ആഘോഷിക്കാം. അതേമാതിരി വുമൻസ് ഡേക്കും ഇപ്പം നമ്മളല്ലേ അമ്മയ്ക്ക് പെണ്ണുങ്ങൾക്ക് നമ്മളല്ലേ അവർ ആഘോഷിക്കണം. അതുപോലെ വിമൻസ് മെൻസ് ഡേ ആഘോഷിക്കണം. അല്ലാണ്ട് നമ്മളെ നമുക്ക് കേക്ക് വെട്ടുന്നത് അതൊരു പെരുമയല്ലല്ലോ. നമ്മളെ അവരാഘോഷിച്ചാലല്ലേ നമുക്ക് പെരുമ. അപ്പൊ അവരെന്താ നമ്മൾ ആഘോഷിക്കാത്തത്? എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെക്കാളും പുരുഷന്മാർ ബലവാന്മാരാണ് അല്ലേ? നോർമലായിട്ട്. പിന്നെ ജിമ്മിന് പോയിട്ട് ഇപ്പോൾ എല്ലാ ഹെൽത്തി ആൾക്കാർ വലിയ ആരോഗ്യവാന്മാർ മലത്തി അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും നോർമലായിട്ട് പ്രകൃതി ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അവരെക്കാളും ബലവാന്മാരാണ്. ആ ബലം നമ്മൾ അവരെ സംരക്ഷിക്കാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനും അവരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ നമ്മൾ ഉപയോഗിക്കണം. അല്ലാണ്ട് നമ്മൾ അവരെ അടിച്ചമർത്തിക്കാനോ അവരെ ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നമ്മൾ ആ ആരോഗ്യം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അവരെ ബഹുമാനിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ നല്ല രീതിക്ക് നമ്മൾ അവരോട് പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും നമ്മളെ എന്ത് ചെയ്യും? ആഘോഷിക്കും അല്ലേ? അപ്പം നിങ്ങളുടെ ജനറേഷനെങ്കിലും വളർന്ന് വലുതാവുമ്പോൾ അവരെ ബഹുമാനിച്ച് നിങ്ങളെ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നിങ്ങൾ ജീവിച്ച് അവർ നിങ്ങളെ ആഘോഷിക്കണ മാതിരി ഒരു തലമുറയായിട്ട് നിങ്ങൾ വളർന്നു വരണം. ചെയ്യോ? എന്താ പവറില്ലാത്ത? നിങ്ങളുടെ ജനറേഷൻ നീ ഇപ്പോൾ ചിൽഡ്രൻ ആണ്. നീ മെന്നാവുമ്പോൾ വിമൻസ് നിനക്ക് മെൻസ് ഡേ ആഘോഷിക്കണ മാതിരി നീ വലിയ നല്ല കുട്ടിയായിരിക്കണം. ആയിരിക്കില്ലേ? അപ്പോൾ എല്ലാവരും വിമൻസ് ഡേ ആഘോഷിക്കും. ഞങ്ങളും ആഘോഷിക്കപ്പെടുന്നവരാണ്.